സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ആണവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തുടർന്ന് കണ്ട ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ റൂം വരുന്നത്. ഇവിടെ അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കൂടുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേഗം ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിട്ടാണ്. ഇവിടെ കാണാം, ഇവിടെ നല്ല നല്ല ഇരിക്കാൻ പറ്റിയിട്ട് നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ അങ്ങ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തീരും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് ഇടാലോ, അതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ ഇത് വരുന്നത്, ഊട്ടി റെയിൽവേ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിന് ഓപ്പോസിറ്റാണ് നമ്മളെ റൂം. നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റൂട്ടാ. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. നമ്മൾ എടുത്ത റൂമെല്ലാം സെറ്റായിട്ടാ. നല്ല ഫ്ലവറൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. കൽക്കിരിൻ്റെ ഓടുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിൻ ഇതാ ഇവിടെ ആയിട്ട് വരിക. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ജോമോനെ എവിടെ? ജോമോ വരാറിനിക്കടാ. ജോമോനെ ഒരുപാട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്തത് ആ ഭാഗത്തോട്ട് റൂം എടുത്തത്. ഇത് അതിനെക്കാട്ടും പൈസ കൂടുതലാണ്. ഏകദേശം ഒരു 3500 രൂപ വരുന്നുണ്ട് കേട്ടോ. പിന്നെ റിസപ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ നമ്മളെ റൂമൊക്കെ കാണിച്ചു തരാം. സെറ്റ് റൂമാണ്. ഞാൻ കാണിച്ചു തരാം, അവിടെ പോയിട്ട് കാണിച്ചു തരാം. ജോമോൻ മാറ്റി വരുന്നുണ്ട്. ജോമോൻ മച്ചാപ്പ് ലുക്കിലൊക്കെ കണ്ടിട്ട് ഫോട്ടോ എടുത്തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇത് പിടിച്ച ഇത് ജോബിൻ ചന്ദ്ര. എനിക്ക് കൂടുതലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജോമോൻ കാണണ്ട. വായു ബാത്റൂമിൽ ഇപ്പോൾ ആളുണ്ട് കേട്ടോ. നമ്മൾ ബാത്റൂമിൽ അതാ ഇതാണ് നമ്മളെ റൂം കേട്ടോ. ബാത്റൂം പിന്നെ കാണിച്ചു കൊടുക്കും. ഒന്ന് വിശദമായിട്ട് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു. പനങ്കോലമാകിയിരിക്കുന്നു. നാളെ ഇടാനുള്ള ടീഷർട്ട് ഇതാട്ടോ എൻ്റെ. അല്ലേ, സെറ്റല്ലേ? ഇവിടെ പോലെ തന്നെ ഒരു മിററുണ്ട് കേട്ടോ. ഒരു സുന്ദരമായ മിററുണ്ട് അല്ലേ. ഒത്തിരി പറയല്ലോ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കറുപ്പടിക്കണ പോലെടാ. ഇതിട്ടിട്ട് ഈ ഷർട്ട് ഒഴിവാക്കണം. നല്ല ഡാർക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒഴിവാക്കാൻ വെച്ചു. പിന്നെ അപ്പോൾ ഇതിൽ ചുടുവെള്ളം കൊടുത്ത് തന്നിരിക്കണം. ഇതിൽ തണുത്ത വെള്ളമുണ്ട്. പിന്നെ ടി വി ഉണ്ട്. പിന്നെ നമുക്ക് ടി വി വേണമെങ്കിൽ കാണാം. നമ്മൾ ഇവിടേക്ക് തുറന്നാൽ ഒന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷർട്ടുകളൊക്കെ വേണമെങ്കിൽ അതെ, ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം ഷർട്ടുകൾ കേട്ടോ. അതൊക്കെ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ 5 ദിവസത്തൊക്കെ വ്ളോഗായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ. 5 ദിവസത്തെ വീഡിയോ ഒക്കെ തോന്നും. പക്ഷെ ആകെ 2 ദിവസം ട്രിപ്പാട്ടാ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം. ആസിർ ബാത്റൂമിലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ബാത്റൂം കൂടെ കാണിച്ചാൽ ഇതാണെന്ന് നേരെ നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ. ആ വെയിലിരുന്നുണ്ട്. ആസിറിൻ്റെ ഡ്രസ്സ് മാറിൽ എപ്പോഴും കഴിഞ്ഞിട്ട് സമയം ഏകദേശം ആവാനായിക്കണം. ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാട്ടോ പോണത്. ഇവിടെ ഒരു എന്താ ഉള്ളത്, ഒരു പാക്കേജ് ഉണ്ട് അല്ലേ. ആ, ട്രിപ്പിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. അതായത് 300 രൂപ ഉള്ളൂ. ആ 300 രൂപ എടുത്ത് ഞാൻ ഊട്ടി ഫുള്ള് കാണിച്ചിരുന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറേ സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെ പോയി നോക്കിയിട്ട് നാളെ സെറ്റാക്കും. അപ്പോൾ ഫുള്ളായി സ്ഥലങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിന് മാറിക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അതിന് മുന്നൊരു പ്രാവശ്യം ഊട്ടി വന്നിട്ടുണ്ട്. എൻ്റെ കമ്പനിക്കാരൊക്കെ ഇട്ട് കിടന്നു കേട്ടോ. അക്കീം ഷാജഹാനെല്ലാറ്റും ഞങ്ങളൊന്ന് വന്നത്. അന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബസ്സിനാണ് പോയത്. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഈ പാക്കേജിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായതിട്ട്. അപ്പോൾ ഞാൻ ആ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അടിയിലിടുന്നതായിരിക്കും കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വ്ളോഗ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറൊന്നും ഇതിൻ്റെ അടിയിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോമോ അവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. ജോമോനിക്ക് ഞാൻ ഫോട്ടോ എടുത്തിട്ടെ. ഇവിടെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിട്ടാണത്. ഞാനിപ്പോൾ അടുത്ത ഡ്രസ്സ് മാറിയിട്ടാ. ആസിറിൻ്റെ കൂടി ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഹുഡീസാണ് വിട്ടിട്ടുള്ളത്. ഞാൻ ഓൻ്റെ ഹുഡി ഇട്ടോ. എൻ്റെ ഹുഡിയല്ല അത്. എങ്ങനെ എൻ്റെ ഹുഡിയല്ല, എനിക്ക് നാളെ ഇടാൻ വേണ്ടി ആസിർ തരാനിട്ടുണ്ട്. ഞങ്ങൾ 3 ആൾ നമ്മളെ മാറി കുറേ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു 5 കുട്ടി ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ ഒന്നിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അതായിരിക്കും നിങ്ങൾ ആദ്യം കാണുക. എങ്ങനെ ആദ്യം കാണുക. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം. വിശന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് എന്നിട്ട് സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ എന്താ, അവിടെ ഒരു റെയിൽവേ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുണ്ട്. ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത്ര കുറച്ച് അത്ര എനിക്ക് ചിലപ്പോൾ തലവേദനിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഇത്തിരി അടാ നല്ല സ്മെല്ല, നല്ല കുത്തുന്ന സ്മെല്ലുണ്ടാ. എനിക്ക് തീരെ എനിക്ക് പറ്റത്തില്ല. അത്ര വീശിക്കഴിഞ്ഞാൽ അപ്പം തലവേദന വരും. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അനക്ക് ഉണ്ട് അങ്ങനത്തെ പ്രശ്നം? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആ പ്രശ്നമേ ഇല്ല. അവിടെ എന്ത് മജാപ്പ് ഇവന് അടിപൊളി മജാപ്പില്ലേ ജോമനെ, ഒന്നും പറയല്ലേ മോനെ. ആ ഡ്രസ്സിങ് സെൻസ് ആണ് കേട്ടോ അടിപൊളി. മാറിക്കുന്ന അറിയുന്നുണ്ട് ജോമോനെ എടുത്ത് സഹായിച്ചെടുക്കുന്നത്. അട്ടെ സത്യം പറയാലോ നല്ല സുഖമുണ്ട് കേട്ടാ. നമ്മളാ ചൂടിന്നൊക്കെ കണ്ട് മാറിയിട്ട് ഊട്ടി വന്നപ്പോൾ ഭയങ്കര സുഖം, ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റിങ്ങനെ വീശും കൊണ്ടിരിക്കുന്നു. എത്ര ദിവസം എന്നറിയാം നമ്മൾ ചൂടത്തിങ്ങനെ കിട്ടുന്നിട്ടിങ്ങനെ അതായത്. അതുകൊണ്ടാണ് നമ്മൾ ഊട്ടി സജസ്റ്റ് ചെയ്തിട്ടാ. ഇല്ലാണ്ട് നമ്മൾ തീരുമാനിച്ചത്, ഞാൻ ഇതുവരെയായിട്ടും മൈസൂർ പോയിട്ടില്ല. മൈസൂർ പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് മൈസൂർ പോകാൻ നല്ല താല്പര്യമുണ്ട്. ഇത് മലയാളി എപ്പോഴും പറയും മൈസൂർ പോവാം ഇത് എപ്പോഴും ഊട്ടി തന്നെ പോകണം ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു തണുപ്പ് നോക്കിയിട്ടല്ല നമ്മൾ പോകേണ്ടത്. ഇപ്പോഴത്തെ നമുക്ക് ആവശ്യം തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തണുപ്പ് തീരുമാനിച്ചത്, അല്ല ഊട്ടി തീരുമാനിച്ചത്. ഇവരെന്തോ പറയുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വേറെ അനുഭവം ഉണ്ട് ഇവിടുന്ന്. ഇതേപോലെ എന്താണ് അനുഭവങ്ങൾ ഞാൻ എല്ലാം പറയും. ഊട്ടി വന്നാൽ നിങ്ങൾ എല്ലാമേ അനുഭവം ഞാൻ പറയാ. നമ്മളിതൊരു തമിഴ് സംസാരിച്ചില്ലല്ലോ. തമിഴ് സംസാരിച്ചിട്ടൊക്കെ ഞാൻ എല്ലാവരുടെയും പൊരുതി നിന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഫോണില്ലായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു ആർമിൻ്റെ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഇവിടെ. അയാളെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊന്ന് ഓർക്കാൻ. അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മളവിടെ പോകുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ പോണത് പൈൻ ഫോറസ്റ്റൊക്കെയാണ് പോണത്. സോ നമ്മളെന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത്. മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കഴിച്ചാൽ? മസാല ദോശ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ, യമ്മി ടേസ്റ്റി. ഉദകമണ്ഡലം ഫോട്ടോ എടുക്കണ നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം. അവിടെ ഉണ്ടല്ലോ, അവിടെ ഇതറ സെറ്റില്ലേ. നമ്മളിവിടെ കാണുന്ന ഐ ലവ് മൈ ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡുണ്ട് കേട്ടോ. ആ ബോർഡിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. എന്താ കാറ്റില് ചമ്മനെ, AC ഓണാക്കിയ പോലെ ഉണ്ട്. അങ്ങനെ AC ഓണാക്കിയ പോലെ ഉണ്ട് ഇപ്പോട്ടാ. ഞാൻ അവിടുന്ന് റീൽസിലുള്ളൊരു ഫോട്ടോ എടുത്ത്, അല്ല സോറി സ്റ്റാറ്റസ് ഇടാനുള്ളൊരു വീഡിയോ എടുത്തിക്കണം അവിടുന്ന്. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുക്കുക. മെയിൻ സ്പോട്ടാണ് ഐ ലവ് മൈ ഊട്ടി. അവിടേക്ക് ഇതൊക്കെ കൊളായിക്കണം, സാരല്ല നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീണ്ടും വന്ന് ഡ്രസ്സ് മാറിയിരിക്കുകയാണ്. അതിനാണ് ഇത്രയും ഡ്രസ്സ് ഞാൻ കൊടുത്തേക്കണത്. കാരണം എനിക്ക് ഡ്രസ്സ് ഇട്ടില്ല, എന്നിട്ട് കംഫർട്ട് ഇട്ടിരുന്നു ഞാൻ ഇട്ടിട്ട്. അപ്പോൾ വീണ്ടും വന്ന് മാറിയിരിക്കുന്നു. ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നട്ടാ. രാവിലെ ചായ അടിക്കാൻ വേണ്ടി ഒരു ഇഡ്ഡലിക്ക് 1 രൂപ ഉള്ളൂ കേട്ടോ. 13 രൂപ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ജോബം 3 എണ്ണം, ഞാൻ 5 എണ്ണം, ഞാൻ 10 എണ്ണം. 13 രൂപയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് രാവിലത്തെ ചായൻ്റെ കടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പോട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതായിരിക്കും നമ്മളെ ഇഡ്ഡലി 5 അല്ലേ? സത്യം പറഞ്ഞാൽ അതിശയം പോലെ ആയിട്ട് തോന്നണത്. 13 രൂപ കൊണ്ട് നമ്മളെ ചായടിക്കൽ പരിപാടി കഴിഞ്ഞില്ലടാ. ഇല്ലടാ നമ്മളെ ചായടിക്കൽ പരിപാടി 13 രൂപ, വെറും 13 രൂപ, ഓൺലി 13 രൂപ ഇട്ടാ. ഊട്ടിയിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഇവിടേക്ക് എല്ലാവരും ഇങ്ങനെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ വന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കട്ടെ, എങ്ങനെ ഇടും നോക്കട്ടെ. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ അവർ പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മൾ മാറ്റിയിട്ടാണ് നമ്മളിവിടുന്ന് ബസ്സിന് പോകാൻ തീരുമാനിച്ച്. അത് ഭയങ്കര പൈസ ആണ്. അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ചെറിയ എണ്ണക്കുപ്പിയ എന്തിനാ തലമ തേക്കാനാ? ഇപ്പം തേക്കണ്ട, ഇനി രാവിലെ തേക്കാം. ഇപ്പോൾ വരും ബസ്, ഇവിടെ വരും. നമ്മൾ ബസ്സിന് കയറിയിട്ട് നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ പൈക്കര വാട്ടർഫാൾസ്. അത് മേടിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചോ. നിറയെ ആളുകൾ കേട്ടോ. നല്ല രസമാണ് ഇവിടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ആദ്യം വന്നിട്ടുള്ളത് എവിടേക്കാണ്? പൈൻ ഫോറസ്റ്റ്. ഇതാ അവിടെ എഴുതിയിരിക്കുന്നു പൈൻ ഫോറസ്റ്റ്. ഒക്കെ ഉണങ്ങിയിട്ടുണ്ടോ?
നമ്മൾ പോയേക്കാം. ഊക്കാലീസ് മരങ്ങളുടെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ എടുത്ത് അവരൊക്കെ അങ്ങ് ഫാസ്റ്റിൽ നടന്നു പോകണം. ഞാനിവിടെ എത്തിയിട്ടുള്ളൂ. വന്ന് പെട്ടെന്നിടോ ഈ പ്രായമായ ആളെ ബഹുമാനിക്കുക. അതിനല്ല എന്നെ വിളിച്ചത്. ജോമാരിക്കടാ, നമ്മളിങ്ങനെ നിങ്ങൾക്ക് പൈൻ ഫോറസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കട്ടോ അല്ലേ മോനെ? അല്ലേ? കാണാത്തവരൊക്കെ ഒന്ന് കാണുക. എന്താണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണത്തിന് തിരിക്കണം ലാസ്റ്റ്. നല്ല സുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സുഖം ഉണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണാനൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് വന്നതാണ്. അത്ര സുഖം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി എന്നറിയാം. ചൂട് കൊണ്ടിട്ട് എന്നറിയണ്ടല്ലോ. അതിനൊക്കെ ഒരു മോചനം, ചൂടിൽ നിന്നൊരു മോചനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് നടക്കണ്ട എന്തായാലും. ഇവരിങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കട്ടെ. ഞാൻ എന്തായാലും വെറുതെ ഇരിക്കട്ടെ കുറച്ച് നേരം. പിന്നെ കുറച്ച് ഷർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് എന്തായാലും ഇവിടുന്ന് മാറ്റുന്നില്ല. വേറെ സ്ഥലത്ത് പോയിട്ട് അമ്മമാരെ തിരുമിച്ചിരിക്കുന്നു. ഞാനും അക്കീമും അതുപോലെ തന്നെ എൻ്റെ പേരെന്താ സമീർ, ഷാജഹാനും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നിട്ടൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്നെ ഓർമ്മ വരുന്നു. അത് ഭയങ്കര രസമാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്ര എന്നിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആ തലക്കൽ അവിടെയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കാണൊരു പുഴ കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇവരെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞാൽ ശേഷമാണ് പോകണം കേട്ടോ. ഞാൻ മുന്നേ ഒരിക്കൽ ഫോട്ടോ എടുത്ത കാരണമാണ് ഞാൻ ഫോട്ടോ എടുക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല എടുക്കണം എന്നുണ്ട്. എന്താണ് മിസ്റ്റേക്കുകൾ പറ്റുന്നത്? പറയുന്ന കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇപ്പം എങ്ങനത്തെ വീഡിയോ എടുത്തതിൻ്റെ സ്ലോമോ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നല്ലേ. ഇതിൻ്റെ മുന്നേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എൻ്റെ ഒരു കമ്പനിക്കാരുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഹക്കീമിന് ഞാൻ അതേപോലെ അവിടുന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു. എടുക്കുക ഭയങ്കര ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിരുന്നു. ഇവരിങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കാതെ വരൂ. ഇവരിങ്ങനെ നിശ്ചലമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ സന്തോഷത്തിലിട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ഭയങ്കര റിലാക്സ് ഉണ്ട്. അതുകൊണ്ടാണ്. അവിടെ നിന്ന് എടുക്കണ്ട, അവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ കുറച്ചേരം പോയി എൻ്റെ ശേഷം എടുക്കാം. ഓക്കെ. നല്ല വെള്ളട്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഇവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ. എന്താ പോകുന്നു, ഇത് ബ്ലാക്ക് കുതിര, അത് ബ്ലാക്ക് കുതിരയാണ്. അല്ലെങ്കിൽ നമുക്ക് വാവ് പറയാനിന്ന്. എന്താ ഫാസ്റ്റിൽ ഓടി വന്നില്ലേ, ടക്ക് ടക്ക് എന്ന സൗണ്ട് കേട്ടിട്ടാ. അപ്പം നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഇവിടുന്ന്. ഇവരെ പരാതി തീർക്കണവരെ നടന്നിട്ടും ഇരുന്നിട്ടും എല്ലാ ടൈപ്പും നമ്മൾ ഫോട്ടോ എടുത്തില്ല. ചോമനെ ഫോട്ടോ എടുത്ത് നമ്മൾ നിറച്ചിരിക്കും. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നതായിരിക്കും, യൂട്യൂബിലിടുന്നതായിരിക്കും. ഞാൻ കണ്ടാ അടിക്ക് ഞാൻ അവിടെ ഇരിക്കുന്നത് കുറച്ചു നേരം. നിങ്ങൾ ഇറങ്ങിയിട്ട് വരുമോ? നീ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാനോട്. എന്നാൽ പോയേക്കാം. ഓക്കെ. എന്നാൽ ബാഗ് എടുത്ത് ബാഗ് ഞാൻ അവിടെ തൂക്കിയിട്ട് കേട്ടാ. അതിൽ 2-3 ഷർട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ തന്നെ ഇടൂല. ഇവിടെ ഇന്ന് ഞാൻ മുന്നേ ഒരു ഫോട്ടോ എടുത്ത, പക്ഷെ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം സെറ്റ് ഫോട്ടോ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പിയാവും. കാരണം ഈ കാണുന്ന ചേച്ചിൻ്റെ കടയിൽ നിന്നൊരു ചായ അടിക്കാൻ തീരുമാനിച്ചിട്ടാ. ക്ഷീണമൊന്നുമില്ല, വെള്ളത്തിൽ ദാഹിക്കണേ ഇല്ലല്ലേ. പക്ഷെ എന്നാലും ഇവിടുത്തെ ചായ വമ്പൻ ടേസ്റ്റ് ആട്ടാ. അക്കീം ഒരിക്കൽ പറയാനുണ്ട് കുതിരപ്പാലും ഉണ്ടാക്കുന്ന ചായയാണെന്ന്. അത് കളവല്ലേ? ആട്ടുപ്പാലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചായ കേട്ടാ, എമ്മി ടേസ്റ്റി ചായ. അങ്ങനെ എമ്മി ടേസ്റ്റി ചായ നമ്മൾ ഇർഫാൻ പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിക്കണ്ട. ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ലേ, ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? ഒരു രക്ഷയില്ലല്ലേ ചായ, അടിപൊളി ചായ. ഊട്ടി വരുന്നവരൊക്കെ ഇവിടുന്ന് മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ ഈ ചായ. ഇപ്പോൾ സമയം 12 മണി കേട്ടോ. നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് നമ്മൾ ചായ കുടിക്കണല്ലേ, ഒരു പ്രശ്നമില്ല. കാരണം ഇല്ലേ, അമ്മാരി ചൂടത്തങ്ങ് നിൽക്കണത്. പക്ഷെ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. അത്രയും തടുപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മടുപ്പില്ല. ആശിർ എന്തോ കാര്യമായിട്ട് പറയണ്ട. ആശിർ നിർത്തി വെച്ചിരിക്കണേ, പെട്ടെന്ന് ആശിർ നിർത്തി വെച്ചിരിക്കുന്നു. ക്യാമറ കണ്ടതാണ്. വേറെ ഒന്നുമില്ല, അമ്മമ്മനോട് പ്രത്യേകം പറഞ്ഞോളെ ചായയാണ്. വിളിച്ചോക്ക്.
ഊട്ടിക്കാണല്ലേ ഞാൻ ഇപ്പം എൻ്റെ ഫോട്ടോ അയച്ചത് എൻ്റെ ഫോട്ടോ അയച്ചെടുത്ത എല്ലാ പ്രാവശ്യം ഊട്ടി വരുമ്പോൾ ശ്രദ്ധിക്കണ സാധനം കേട്ടോ മുല്ലപ്പൂ. എന്താ ഭംഗി എന്നറിയാം ഇരിക്കണ കാണാൻ. അതെന്താ ഇത് പൊക്ക. ഇത് ആസിറിൻ്റെ ഷർട്ടാട്ടാ. അപ്പോൾ ഇതിട്ടിട്ട് ഇത് ആഷിറിൻ്റെ ഷർട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്തിട്ട് 2-4 ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതിട്ടിട്ട് ഭയങ്കര ഭംഗി ആഷിറിന് ഫോട്ടോ എടുത്തിട്ട് വിചാരിച്ചു. ഞാനും ജോമോനിൻ്റെ ഷർട്ട് മാറ്റിട്ടിട്ട് ഞാനിതിട്ടിട്ട് ആസിർ കിടന്നുറങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം അങ്ങനെ പ്ലാനാക്കി വന്നാട്ടാ. കുഴപ്പമില്ല, അടിപൊളിയില്ലേ? നമ്മൾ അത്യം പറഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ വന്നതാട്ടെ. നമ്മൾ അങ്ങനെ സ്ഥലത്തൊന്നും പോകണമെന്നില്ല, കുറേ സ്ഥലങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യണമെന്നില്ല. ഞങ്ങൾ മെയിനായിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരും ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തട്ടെ. നിങ്ങളിങ്ങനെ എൻ്റെ ഫോട്ടോ എടുക്കണം മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരും വേണ്ടേ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ.